ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? തംബ്നെയിലിൽ കണ്ടത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കണ്ടൻറ്റ്. ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവില്ല. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഡെൻഡ്രോബിയം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും ഫ്ലോപ്പായി. അതിന് യാതൊരു ലക്ഷണവും ഇല്ല മുളയ്ക്കണേൻ്റെ. എന്നാലത് ഉണങ്ങുന്നുമില്ല, വാടുന്നുമില്ല, അങ്ങനെ തന്നെ വടി പോലെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഞാൻ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മണി പ്ലാന്റ് പടരാനായിട്ട് വെച്ചിരുന്ന കൊയർ സ്റ്റിക്കാണ് കേട്ടോ. മണി പ്ലാന്റ് ഒന്നും മാറ്റുന്നില്ല, ആ കൊയർ സ്റ്റിക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് മണി പ്ലാന്റ് പടരൂലല്ലോ, കുറച്ച് സമയം എടുക്കുമല്ലോ. ആ സമയത്തിനുള്ളിൽ ഓർക്കിഡ് മുളച്ച് കിട്ടുവാണെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേറെ ഏതിലെങ്കിലും പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ചകിരിയിൽ കൊക്കോപീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഡെൻഡ്രോബിയത്തിൻ്റെ പീസ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ വരാന്തയിലാണ് ഞാൻ ഈ ചട്ടി വച്ചിരുന്നത്. ഞാനിതിപ്പോൾ വെള്ളം വീഴുന്ന രീതിയിൽ, മഴ വീഴുന്ന രീതിയിൽ പുറത്തേക്ക് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പതിവ് പോലെ ഇവിടുത്തെ കൊതുകിന് എൻ്റെ ബ്ലഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നിട്ടാ. ഞാൻ ഏതെങ്കിലും വഴിക്ക് പോയാൽ എല്ലാം കൂടി എന്നെ അന്വേഷിച്ച് വരും. അതാണ് ഈ കാലും പൊക്കി താളവും ചവിട്ടി നിൽക്കണതേ. അപ്പോൾ 4 പീസിൽ 3 പീസാണ് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരെണ്ണം ഇത് വെച്ചിരുന്ന കൊക്കോ പീറ്റ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒന്ന് കുത്തി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് മുളയ്ക്കുമെന്ന് എനിക്കറിയില്ല. എന്താണേലും ശരി, എന്നെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് ഈ ഓർക്കിഡ് വിചാരിക്കേണ്ട. ഞാൻ എന്തായാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതുവരെ ഇതിന് ഉണക്കമൊന്നും സംഭവിച്ചിട്ടില്ല, വാട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല പച്ചയായിട്ടുള്ള ഒരു തണ്ടായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഇത് വൈറ്റ് ഡെൻഡ്രോബിയമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കൾ. അപ്പം മദർ പ്ലാന്റ് സീമയുടെ അടുത്താണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്ന സ്റ്റെമ്മാണ് കേട്ടോ ഇത്. അപ്പോൾ പിടിച്ച് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ വെക്കുന്നത്. ചട്ടി മതിലിൻ്റെ അരിയത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ ആ കയർ സ്റ്റിക്ക് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുത്തിട്ടാണ്. ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോഴേക്കും അതൊന്ന് ഇളകിയായിരുന്നു. പിന്നെ ഞാൻ ആ സ്റ്റിക്കൊന്ന് നനച്ചും കൂടി കൊടുത്തിട്ടാണ്. കാരണം ഇപ്പം മഴ മാറി വെയിൽ തെളിഞ്ഞ് നിൽക്കണേണ്. അപ്പോൾ പെട്ടെന്ന് വാടണ്ടല്ലോ എന്ന് കരുതിയിട്ട് കയറൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ പിടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ഇനി ഇത് പിടിച്ച് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കുള്ളൂ കേട്ടോ. ഇനി ബാക്കി വന്ന ആ 4ാമത്തെ പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇത് വച്ചിരുന്ന അതേ സെയിം പോട്ടിൽ അതേ കൊക്കോപീറ്റിൽ തന്നെ ഒന്ന് കുത്തി നിർത്തുകയാണ് കേട്ടോ. മൂടിയൊന്നും വെക്കുന്നില്ല, തുറസായിട്ട് തന്നെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കൊക്കോപീറ്റ് ഇച്ചിരി അധികം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വൈറ്റ് ശംഖുപുഷ്പം വിത്ത് കിട്ടിയായിരുന്നേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നല്ലൊരിതിൽ പോട്ട് ചെയ്യണമെന്ന് കരുതി മാറ്റി വെച്ചേക്കായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ആ വിത്തും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അത് മുളച്ച് കഴിഞ്ഞിട്ട് മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും മുളച്ച് കിട്ടട്ടെ അല്ലേ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ലല്ലോ. എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം.